നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കാറിൽ ഒരു സ്ത്രീയെ കയറ്റിയതിന് ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വന്ന നാടാണിത്. അനാശാസ്യ പ്രവർത്തനത്തിന് റെക്കോർഡ് സൃഷ്ടിക്കുന്നതാണോ ഒരു പൊതുപ്രവർത്തകന്റെ മാതൃക? ഇല്ല, അപ്പൊ ഈ മുഖ്യമന്ത്രി കുടിച്ചുകൊണ്ടിരുന്ന മറ്റേ കപ്പുണ്ടല്ലോ, ആ കപ്പ് വീണ് ഉടഞ്ഞു പോയെന്നാണ് ഞാനിപ്പോ കരുതുന്നത്. ഇനി ആ കപ്പുമായിട്ട് വരരുത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇത് നടക്കുമ്പോൾ അയാൾ വന്നതിൻ്റെ കാര്യം, അയാൾ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അയാൾ വന്നതിൻ്റെ ദേഷ്യം എന്നോടാണ് തീർച്ചയായും. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? നമസ്കാരം. മന്ത്രി KB ഗണേഷ് കുമാർ കേരളത്തിൻ്റെ രാഷ്ട്രീയ നൈതികതയാണ് വെല്ലുവിളിക്കുന്നത്. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മൂല്യങ്ങളെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രി കസേരയിലിരുന്ന് പിച്ചി ചീന്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്തു കൊണ്ടുവന്ന വിഷയം ഭാര്യയോട് ക്ഷമ പറഞ്ഞ് തീർത്തു. ഇനി മന്ത്രിസ്ഥാനത്ത് തുടരാം, വീണ്ടും പത്തനാപുരത്ത് മത്സരിക്കുന്നതിൽ തടസ്സമില്ല. ഇതാണിപ്പോൾ ഒടുവിലെത്തിയിരിക്കുന്ന തീരുമാനം. ഇവിടെ ഇടതുപക്ഷത്തോട് ചോദിക്കുന്നതിനാഗ്രഹിക്കുന്നത്, അനാശാസ്യ പ്രവർത്തനത്തിന് റെക്കോർഡ് സൃഷ്ടിക്കുന്നതാണോ ഒരു പൊതുപ്രവർത്തകന്റെ മാതൃക? ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രി, അദ്ദേഹത്തിൻ്റെ മക്കൾ, കുടുംബം ഇത്യാദി കാര്യങ്ങളിൽ പുലർത്തേണ്ട മാന്യതയുണ്ടോ എന്നാണ് ഇടതുപക്ഷം മറുപടി പറയേണ്ടത്. അല്ലെന്നാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് ശ്രീമതി ടീച്ചർ പറയുന്നതൊന്ന് കേൾക്കാം. വീട്ടിനകത്ത് കയറ്റാൻ പറ്റുമോ? പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവര് അഭിമാനികളാണല്ലോ. ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ടു പോകാൻ ആർക്കെങ്കിലും കഴിയോ? ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ? എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത്? മനുഷ്യർക്ക്, മൃഗങ്ങൾക്കില്ല, മനുഷ്യർക്കുണ്ടല്ലോ. ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരംതാണ നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ആർക്കും ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ, ദുർഗന്ധം വമിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൗഹൃദം സ്ഥാപിക്കാനോ പറ്റുമോ? ഇനി പറ്റില്ലല്ലോ. 2013 ആദ്യ ഭാര്യയുടെ പരാതി ഉയർന്നപ്പോൾ പത്തനാപുരത്ത് CPM സംഘടിപ്പിച്ച ആത്മാഭിമാന സംഗമത്തിൽ ശ്രീമതി ടീച്ചർ നടത്തിയ പ്രസംഗമാണിത്. ആദ്യ ഭാര്യ അനാശാസ്യത്തെ എതിർത്ത പ്രശ്നം, അവരെ മർദ്ദിച്ച പരാതികൾ, അന്ന് മന്ത്രിസ്ഥാനം ഗണേഷ് രാജിവെക്കേണ്ടി വന്നത്, ഇതെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയായതാണ്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇത് നടക്കുമ്പോൾ അയാൾ വന്നതിൻ്റെ കാര്യം, അയാൾ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അയാൾ വന്നതിൻ്റെ ദേഷ്യം എന്നോടാണ് തീർത്തത്. മൂപ്പര് വന്നിട്ട് മന്ത്രിയോട് സംസാരിച്ചിട്ട് പോവുകയാണോ ചെയ്തത്? അതോ ആദ്യമേ അയാൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. 6 മണിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് വീട്ടിലുള്ളത്. അദ്ദേഹം എത്തിയിട്ടില്ല, പുറത്ത് പോയിട്ട്, മിനിസ്റ്റർ പുറത്ത് പോയിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അത് കേട്ട് അതിൻ്റെ ഷോക്കിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് സംസാരിക്കാൻ പോണു. അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു, ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നിഷേധിച്ചു, ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു, അല്ല ഞാനെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത്, എത്ര മണിക്ക് പോയി, ഏത് വണ്ടിയിൽ പോയി, എപ്പോൾ പിക്കപ്പ് ചെയ്തു, അജന്തയിൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത്, എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു, ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണിട്ട് മാപ്പ്, ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിത് പുറത്ത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ, തെറ്റുപറ്റിപ്പോയി, മാപ്പ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമാപണം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടുള്ളൂ. എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് ആകെ ഷോക്ക്ഡായിരുന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങ് മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാനാകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കൺട്രോളായപ്പോൾ താഴോട്ട് തിരിച്ചു വന്നു.
വന്നപ്പോൾ ഇവിടെ ആരുമില്ല, ഓഫീസ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്, ആരുമില്ല. ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തോട്ട് കയറിപ്പോയി. ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തുവാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കതവ് കുറ്റിയിട്ടു. കതവ് കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി. എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ. ആകെ എൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പേടിയായിപ്പോയി. ഇനി ഇത് ലെവൽ മാറുകയാണോ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ ഞാൻ വിളി തുടങ്ങിയപ്പോൾ എന്തോ ഒന്ന് റിയലൈസ് ചെയ്തതുപോലെ ആൾക്കാർ വെളിയിൽ നിൽപ്പുണ്ടല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തുറന്നിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഇപ്പോൾ രണ്ടാം ഭാര്യ സമാനമായ ആരോപണവുമായി വന്നിരിക്കുന്നു. ഗണേഷ് കുമാർ പറയുന്നത് എന്താണ്? അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എത്ര ധിക്കാരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിന് എന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനകത്ത് BJPയും പങ്കാളികളും. രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം, പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടന് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിയെ ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല, 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല, 5000 പ്രണയമുണ്ട്. ഞാൻ അഴിമതി നടത്തുന്നില്ല, ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്ക് മറ്റൊരു കുറവുമില്ല. ഇതാണ് ഗണേഷ് കുമാർ പറയുന്നത്. കൂടുതൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും മാധവിക്കുട്ടിയെയും എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ അനാശാസ്യത്തിന് മറപിടിക്കുന്നതിന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നാട്ടിൽ വ്യക്തിപരമായി എന്തു തോന്നിവാസവും ചെയ്യാം, വികസനം നടത്തിയാൽ മതി, നിയമസഭയിൽ ജയിച്ച് മന്ത്രിയായിരിക്കുന്നതിന് ഒരു അയോഗ്യത കുറവുമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അദ്ദേഹം സുകുമാരൻ നായരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. NSSൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം കാണിക്കുന്നതിനാണ് ഈ ചേർത്ത് നിർത്തൽ. ഇത്തരക്കാരെ NSSൻ്റെ ഭാഗമാക്കണോ, NSS സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുത്തണോ, ആ സംഘടനയുടെ ഭാഗമായി കൊണ്ടു നടക്കണോ എന്നൊക്കെ ആ സംഘടന തീരുമാനിക്കേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കാറിൽ ഒരു സ്ത്രീയെ കയറ്റിയതിന് ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വന്ന നാടാണിത്. R. ശങ്കർ മന്ത്രിസഭയിൽ നിന്ന് ആഭ്യന്തരമന്ത്രി രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു വനിതാ കോൺഗ്രസ് നേതാവിനെ കണ്ടതും കയറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ്. അതിൻ്റെ പേരൊരു പാട്ട് തന്നെ കേരളത്തിലുണ്ടായി. കേരള കോൺഗ്രസ് രൂപം കൊണ്ടതിന് കാരണം അതായിരുന്നു. പൊതുപ്രവർത്തനത്തിന് അഭിഹിതങ്ങളൊന്നും ഒരു തടസ്സവുമല്ലെങ്കിൽ ഇടതുപക്ഷവും CPM-ഉം ഒക്കെ ആലോചിക്കേണ്ടത് അഭിഹിതത്തിൻ്റെ പേരിൽ കേരളത്തിൽ എത്ര CPM DYFI നേതാക്കളുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്, എത്ര പേരെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് തരം താഴ്ത്തിയിട്ടുണ്ട്. ആരുടെയും പേര് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നില്ല. ആ പാർട്ടി സ്ഥാനത്തോളം വിലയില്ലാത്തതാണോ കേരളത്തിലെ ഗതാഗത വകുപ്പും MLA സ്ഥാനവും? ഇപ്പോൾ ഭാര്യയോട് മാപ്പ് പറഞ്ഞു, ഭാര്യയ്ക്ക് പരാതിയില്ല. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതേ രീതിയിലുള്ള അശ്ലീല ചിത്രവും എടുത്ത് കൈവശം വെച്ചിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് മാപ്പ് പറയാത്തത്? ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്.
അതിനുശേഷം പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇനിയൊരു കുഴപ്പവുമില്ല, എല്ലാം ശുഭമായി. അങ്ങനെയാണോ? ഭാര്യയോട് മാപ്പ് പറഞ്ഞാൽ മാഞ്ഞു പോകുന്ന കാര്യമാണ് അവർ ഉന്നയിച്ചത്. അവർ മുറിക്കകത്ത് കയറി, അവർ ചിത്രമെടുത്തു. മന്ത്രിയുടെ സ്റ്റാഫ് അവരെ തടഞ്ഞു, മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അതിനെല്ലാം അതിജീവിച്ച് അവർ പുറത്തിറങ്ങി. ഞാൻ ചോദിക്കട്ടെ, അത്രയും സീരിയസ് ആയ ഒരു പ്രശ്നം അവർക്കെന്തെങ്കിലും അപായം പറ്റിയിരുന്നെങ്കിലോ? ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ഉന്നതനായ ഒരു വ്യക്തിയുടെ ഭാര്യയാണെങ്കിലും അവർ ഏത് സംഭവത്തിൻ്റെ ചിത്രമാണ് എടുത്തതെന്ന് നമുക്കറിയാം. അത്തരം ചിത്രം എടുത്തുകൊണ്ട് പുറത്തു വരുന്ന ഒരു സ്ത്രീയെ അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകില്ലേ? ഇപ്പോൾ ഭാഗ്യം കൊണ്ടല്ലേ അവർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ പരാതിയില്ലെങ്കിൽ കേസ് എടുക്കേണ്ട, പോട്ടെ. മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്ത് പോലും വിളിച്ച് അഭയം തേടിയ ഒരു സ്ത്രീ, അവരുടെ ആവശ്യപ്രകാരം അവിടെ എത്തുന്ന പോലീസ്, അവർ വീടിനകത്ത് കയറി പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ പോലീസിൻ്റെ പൊടി പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യമുയരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനംവകുപ്പ് മന്ത്രി ആയിരിക്കുകയാണല്ലോ യാമിനി തങ്കച്ചിയുടെ പ്രശ്നം ഉയർന്നു വന്നത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്, വനംവകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. സമാനമായ ആരോപണമല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? അന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പിണറായിയും പറഞ്ഞത് എന്താണ്? രാജിവെക്കണമെന്നല്ലേ ഉറച്ച നിലപാട് അവരെടുത്തത്. VS എന്താണ് പറഞ്ഞത്? യാമിനി തങ്കച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ആകെ അറിയിച്ചതുപോലെ തന്നെ അങ്ങനെ പൊട്ടിക്കരയാൻ ഇടയാകത്തക്ക തരത്തിലുള്ള കൊള്ളുകില്ലാത്ത ഒരു മന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഗവർണർക്ക് ആ രാജി ഫോർവേഡ് ചെയ്തുകൊണ്ട് അയക്കേണ്ടതായി വന്നിരിക്കുകയാണ്. ഇതാണ് VSന്റെ അഭിപ്രായം. ഇനി പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? ഈ മന്ത്രിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ടെങ്കിൽ അത്തരമൊരാളെ സംരക്ഷിക്കാൻ പാടില്ല. ഇതാണ് പിണറായി വിജയൻ്റെ അഭിപ്രായം. ആഹാ, UDFിലായിരിക്കുമ്പോൾ അഭിഹിതം, LDFിൻ്റെ ഭാഗമാകുമ്പോൾ അതേ അഭിഹിതം ഹിതം. ഇത് മറുപടി പറയണ്ടേ? പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF നേതാക്കളും കേരളത്തിലെ നീതിബോധമുള്ള ആളുകളും കേരളത്തിൻ്റെ ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇത്രേ പറയുന്നുള്ളൂ. മന്ത്രിസ്ഥാനത്തും MLA സ്ഥാനത്തും ഇരിക്കാൻ ഗണേഷ് കുമാർ അയോഗ്യനാണ്, അദ്ദേഹം രാജിവെക്കണം. കുടുംബ പ്രശ്നമായിരുന്നെങ്കിൽ എന്തിനാണ് 2013 പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ആ ചോദ്യത്തിന് മറുപടി പറയണം. അന്ന് കുടുംബ പ്രശ്നമായിരുന്നു. പക്ഷെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അന്ന് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആവശ്യപ്പെടുക. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കിടക്കുന്നുണ്ട്, ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ്, അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ്. പോലീസ് ഇനാക്ഷനും കൂടി ഉണ്ട് ഇവിടെ. അവരുടെ പരാതി റിട്ടേണായിട്ട് അവർ പരാതി കൊടുത്തില്ല, അവരെല്ലാ മാധ്യമങ്ങളോടും അവരുടെ പരാതി പറഞ്ഞു കഴിഞ്ഞു. ആ പരാതി നിൽക്കുകയാണ്. ആ പരാതി നിൽക്കുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഉണ്ടല്ലോ, ക്ലിയർ ആണ്. പറഞ്ഞു കഴിഞ്ഞു, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ FIR എടുക്കാമല്ലോ. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഭാര്യയുടെ പ്രസ്താവനയിലൂടെ ക്ലിയർ ആണ്. രണ്ട്, അത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഗുരുതരമായ അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ ആരോപണങ്ങളിലെ ചില വരികൾ വളരെ അപകടകരമായ ഒഫൻസിലേക്കാണ് പോകുന്നത്. ഞാൻ അതിലെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ എന്താ നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ ഒഫൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് അന്വേഷണത്തിലുള്ള ഉണ്ടാണ്. പോലീസ് അന്വേഷണം നടക്കണം. അതുപോലെ തന്നെ മന്ത്രിയെ രാജിവെക്കാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇല്ല, അപ്പോൾ ഈ മുഖ്യമന്ത്രി കുടിച്ചുകൊണ്ടിരുന്ന മറ്റേ കപ്പുണ്ടല്ലോ, ആ കപ്പ് വീണ് ഉടഞ്ഞു പോയെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇനി ആ കപ്പുമായിട്ട് വരരുത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കളിയാക്കരുത്. ഇനി ആ കപ്പ്, ഇതുപോലത്തെ കപ്പുമായിട്ട് മുഖ്യമന്ത്രി വരരുത്. മുഖ്യമന്ത്രി ആ കപ്പുമായിട്ട് പിടിച്ചു നിൽക്കുന്ന പടമായിരിക്കും ഞങ്ങളുടെ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളിനി ഉപയോഗിക്കാൻ വേണം. ആ കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ PR ആണല്ലോ. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടൊരു PR ഒരു മെറ്റീരിയൽ കിട്ടി,
അയാളുടെ ആ കപ്പുമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ കാര്യത്തോട് അടുക്കുമ്പോൾ ഇവരുടെയൊക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്. ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും അല്ലല്ല, അത് വരട്ടെ, നിങ്ങൾ ധൃതി കൂട്ടല്ലേ. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചതും ഇവരൊക്കെ വർത്തമാനം മാത്രമേ ഉള്ളൂ. കാര്യത്തോട് അടുത്തപ്പോ ഇവരുടെയൊക്കെ നിലപാട് നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേ ആരോപണങ്ങൾ നേരിടുന്നവരോ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പേരുദോഷമുള്ളവരോ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താണ് പറയുന്നത്? അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, അവർ ജയിക്കാൻ പാടില്ല എന്ന നിലപാടല്ലേ എടുക്കുക. പാർട്ടി സ്ഥാനത്തിരിക്കാൻ ഇത്തരക്കാർ അയോഗ്യരാണ്, അവർക്കെതിരെ നടപടിയെടുക്കും. പക്ഷേ മന്ത്രി സ്ഥാനത്തും MLA സ്ഥാനത്തും ഇരിക്കാൻ ഇതിനൊരു യോഗ്യത കുറവുമില്ല എന്ന് വരുന്നത് ഇത് കേരളത്തെ അപമാനിക്കലല്ലേ? കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കലല്ലേ?